വിശ്വംഭരൻ സാധാരണ ടിക്കറ്റ് എടുക്കുന്ന ആളാണോ? ആണോ? ഈ ലോട്ടറി അടിച്ചപ്പോൾ എന്താ ഒരു സന്തോഷം തോന്നി? അതിനൊരു സന്തോഷമില്ല, എന്നാലും നമ്മളൊരു ചെറിയ ഇനി കടത്തി പോകത്തില്ല എന്നൊരു സന്തോഷം കൊണ്ട്. പിന്നെ പൈസ ഒക്കെ പലപ്പോഴൊക്കെ ലാറ്ററി അടിക്ക് 5000 ഒക്കെ കിട്ടും. 5000 വേറെ ഉണ്ടോരണം ഈ ലാറ്ററി അടിക്ക് ഇടയ്ക്കിടയ്ക്ക് ചെലവിനൊക്കെ ചെറിയ ചെലവിന് ഇടയ്ക്കൊക്കെ അടിക്കാറുണ്ട്. പിന്നെ പെൻഷനുണ്ട്. എത്ര വർഷമായി ടിക്കറ്റ് എടുക്കുന്നുണ്ട്? അതൊരു 5-8 ആണോ? ഒരു മാസം എത്ര രൂപയുടെ ടിക്കറ്റ് എടുക്കും? അതൊരു 100-500 രൂപ പോകും. ഇതിൽ പിന്നെ 2 എടുക്കുക. ഒന്ന് വേറെ ഓരോ സീറ്റ് എടുത്തു വീട്ടിൽ. ഇതിൽ അടിച്ചില്ല. എത്ര ബമ്പർ എടുത്തു? 2 ഒന്ന് 2 സൈഡ്. ഒന്ന് അമ്പലത്തിൻ്റെ ഭാഗത്ത് ഒരാൾ കഴിവിട്ട് അമ്പലത്തിൻ്റെ ഭാഗത്ത് അവിടെ നോക്കി അതിനടിച്ചില്ല. നോക്കി ഇതിനടിച്ചത് CRPF കാരനായിരുന്നു അല്ലേ? അത് കഴിഞ്ഞിട്ട് സൗത്ത് ഇന്ത്യൻ ബാങ്കിൽ എറണാകുളത്ത് അവിടെ കൊറോണ കഴിഞ്ഞ് പോയിട്ട് പിന്നെ പോയില്ല. എന്താ സന്തോഷമുണ്ടോ? സന്തോഷം മരിക്കുന്നിടം വരെ ഇനി നമുക്ക് കുഴപ്പമില്ലല്ലോ. ആരുടെ കാലി പിടിക്കാൻ പോകത്തില്ല. ദൈവം തന്നതല്ലേ. ഈ സർക്കാർ ഈ ലോട്ടറി അടിച്ചവർക്കൊക്കെ ക്ലാസ് ഒക്കെ കൊടുക്കുന്നുണ്ട്. ഈ പൈസ എങ്ങനെയാ ചെലവാക്കുന്നത് അതിനൊക്കെ പോകുന്നുണ്ടോ? അതൊക്കെ അറിയുന്നുണ്ട്. എന്താ പ്ലാൻ? എന്താ ഈ പൈസ കൊണ്ട്? വീട്ടിലോട്ട് പിള്ളേർ രഘു, അദ്ദേഹത്തിന് പൈസ ഇല്ലാത്തത് കൊണ്ട് നടക്കാതെ പോയിട്ടുള്ള ഒരുപാട് ആഗ്രഹങ്ങൾ ഉണ്ടാവുമല്ലോ, എല്ലാവർക്കും ഉണ്ടാവുന്നുണ്ടാവില്ല. അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആഗ്രഹം അദ്ദേഹത്തിനുണ്ടോ? അങ്ങനെയൊക്കെ ചോദിക്കാമോ? ഈ കാശ് കൊണ്ട് എന്തെങ്കിലും ഈ നമുക്ക് പൈസ കൊണ്ട് മാറ്റി വെച്ച ചില ആഗ്രഹങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ, അങ്ങനെയുള്ള എന്തെങ്കിലും ആഗ്രഹങ്ങളൊക്കെ ഉണ്ടോ? ഇല്ല. ഇങ്ങനെ പൈസയോട് അത്ര വലിയ ഇല്ല. അത് പൈസ എപ്പോഴും ബാങ്കിൽ നമ്മുടെ ചെലവിന് കിട്ടുന്നതുകൊണ്ട് അങ്ങനെ ഒരു ഇതില്ല. ഇല്ല. അങ്ങനെ ഈ പൈസ ഉണ്ടായിരുന്നെങ്കിൽ ഇന്നത് ചെയ്യാവുന്ന ഒരു ആഗ്രഹം മനുഷ്യർക്ക് ഉണ്ടാവില്ല. അങ്ങനെ എന്തെങ്കിലും ഇല്ലായിരുന്നു. ഇതും കിട്ടിയപ്പോൾ നമ്മൾ വെറും ഇതായിട്ടാണ് ഇത്ര വന്നിട്ട് അറിഞ്ഞിട്ട് 12 കോടി എന്നൊക്കെ പറഞ്ഞപ്പോൾ ചിലർ ഉറങ്ങത്തില്ല, ചിലപ്പോൾ ഹാർട്ട് അറ്റാക്ക് ആകും. ഇതൊക്കെ ഇതാ ഭാഗ്യവാനെ കണ്ടെത്തിയിരിക്കുന്നു. വിഷു ബമ്പറിന്റെ ആളെ വൈകുന്നേരം മുതൽ നമ്മൾ